ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ട്രെൻഡിലാണ്. ഡൗ ജോൺസ് 176 പോയിന്റും S&P 29 പോയിന്റും നസ്ഡാക്ക് 225 പോയിന്റും നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 16 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ ഇന്നത്തെ ദിവസം ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഇന്ന് യൂണിയൻ ബഡ്ജറ്റ് ദിവസമാണ്. 11 മണിക്കാണ് ബഡ്ജറ്റ് അവതരണം തുടങ്ങുന്നത്. നമുക്ക് രാവിലെ 9 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ആദ്യത്തെ 2 മണിക്കൂർ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. 11 മണി കഴിഞ്ഞിട്ട് മാത്രമേ മിക്കവാറും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൂ. 11 മണി വരയ്ക്കും മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് കാണത്തില്ല. ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും ആദ്യത്തെ 2 മണിക്കൂർ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുക. ഈ ബഡ്ജറ്റിൽ ടെക്നിക്കലി അനാലിസിസ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഒരു വില്ലൻ എന്ന് പറയുന്നത് മിക്കവാറും ഇന്ത്യ വിക്സ് ആയിരിക്കും. ഇന്ത്യ വിക്സ് എന്താണെന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഇന്ത്യ വിക്സ് സാധാരണ ഒരു 10 to 13 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഇന്ത്യ വിക്സ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഡേ ക്യാൻഡിൽ നോക്കിയിട്ട് ഇന്ത്യ വിക്സിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നമുക്ക് കഴിഞ്ഞ 4 ദിവസമായിട്ട് ഗ്രീൻ ക്യാൻഡിലാണ്. വെള്ളിയാഴ്ച ഗ്യാപ്പ് ഡൗൺ വന്നുവെങ്കിലും നമുക്ക് ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് കിട്ടിയിട്ടാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇന്ന് ഈ ഒരു ലെവലിന് താഴോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് വരത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24,601 വരയ്ക്കും പോകും. താഴോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രം ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടണം. മുകളിലോട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്ന 25,682, 25,818 മുകളിലത്തെ ഒരു ടാർഗറ്റ് വരുന്നത്. അതും ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ബഡ്ജറ്റ് ഡേയിൽ നമുക്ക് ലെവൽസ് ഒന്നും വർക്കാകാറില്ല. തീർച്ചയായിട്ടും, കാരണം മാർക്കറ്റ് വലിയൊരു വോളട്ടൈൽ മാർക്കറ്റ് ആയിരിക്കും. ഓരോ പ്രഖ്യാപനങ്ങൾ വരുന്നതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിൽ അത്തരം ന്യൂസുകൾ എത്തുന്നതിന് മുന്നേ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. ചില സമയത്ത് ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അനലൈസൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു ട്രെൻഡ് അനുഭവപ്പെടുന്നത്. ആ ഒരു ബഡ്ജറ്റിൻ്റെ അനുസരിച്ചുള്ള ഒരു ട്രെൻഡ് ചിലപ്പോൾ അനുഭവപ്പെടുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. പക്ഷേ ഞാൻ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റിലുള്ള ഇന്നത്തെ ബഡ്ജറ്റിലുള്ള ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് ഇന്ത്യ വിക്സ് ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 15 ബഡ്ജറ്റ് ദിവസങ്ങളുടെ കഴിഞ്ഞ ഏകദേശം 10 വർഷത്തെ ബഡ്ജറ്റ് അവതരണങ്ങളിൽ ഇടയ്ക്ക് ഒരു 2 ഇടക്കാല ബഡ്ജറ്റുകൾ വന്നതുകൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഞാനൊരു 16 ബഡ്ജറ്റ് ദിവസങ്ങളിലുള്ള ഇന്ത്യ വിക്സ് ഞാൻ അനലൈസ് ചെയ്തു. സാധാരണ ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെക്റ്റഡ് ഈവൻറ്റ് വരുന്ന സമയത്ത് ഇന്ത്യ വിക്സ് ഹൈയിലോട്ട് പോകും. ഞാൻ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 16, മിനിമം ഒരു 16 നമുക്ക് ഇന്ത്യ വിക്സ് ബഡ്ജറ്റ് ഡേയിൽ എത്തും. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 16 ടച്ച് ചെയ്തിട്ട് ഇന്ത്യ വിക്സ് 16 ടച്ച് ചെയ്തിട്ട് നേരെ താഴെ വന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് 13.63 ആണ്. നോർമലി നമുക്ക് ഈ ബഡ്ജറ്റ് ഡേയിലൊക്കെ എന്ന് പറയുന്നത് വിക്സ് ഹൈ ആയിട്ട് നിൽക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ വിക്സ് എന്ന് പറയുന്നത് ഏകദേശം 13 റേഞ്ചിലാണ്, 14 താഴെയാണ് വിക്സ് നിൽക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 15-16 ബഡ്ജറ്റ് ഞാൻ അനലൈസ് ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 15 ബഡ്ജറ്റിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത്.
നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഡേയിലൊക്കെ എന്ന് പറയുന്നത് അറ്റ് ദ മണി പ്രീമിയം ഒരു 180 രൂപയ്ക്ക് മുകളിലെങ്കിലും നിഫ്റ്റിയിൽ പോകണം. 150, 200 വരെ പോയിട്ടുണ്ട്. കാരണം ഒരു വിക്സ് 25, 24 പോകുന്ന സമയത്ത് മാർക്കറ്റിൽ അത്രയും വോളറ്റാലിറ്റി ഉണ്ടാവും. പ്രീമിയം ഭയങ്കര ഹൈ പ്രീമിയം ആയിരിക്കും. അറ്റ് ദ മണി പ്രീമിയം ഒക്കെ എന്ന് പറയുന്നത് വലിയ ഹൈ പ്രീമിയം ആയിരിക്കും. നമുക്ക് സാധാരണ തിങ്കളാഴ്ച ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു 100 രൂപയ്ക്കൊക്കെ നിഫ്റ്റിയിൽ അറ്റ് ദ മണി പ്രീമിയം കിട്ടുമെങ്കിൽ ഈ ബഡ്ജറ്റ് ഡേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈവൻസിലൊക്കെ വിക്സ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു 200 രൂപ വരെയെങ്കിലും പോകാറുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് 13-ലാണ്. ഈ ഒരു വലിയൊരു ഈവൻ്റ് വന്നിട്ടും നമുക്ക് കഴിഞ്ഞ വർഷം വന്നതെന്ന് പറയുന്നത് ആ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു ബഡ്ജറ്റാണ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, പുതിയ ഭരണം വന്നതിന് ശേഷമുള്ള ബഡ്ജറ്റാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രാധാന്യമുള്ള ബഡ്ജറ്റ് ആയിരുന്നിട്ട് പോലും ഇന്ത്യ വിക്സ് നിൽക്കുന്നത് കഴിഞ്ഞ 15 ബഡ്ജറ്റിലെ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ചില ബഡ്ജറ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ വിക്സ് മുകളിലോട്ട് പോയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. കഴിഞ്ഞ വർഷം 2025 ബഡ്ജറ്റിന് നമുക്ക് ഇന്ത്യ വിക്സ് നിന്നത് 18.37-ലാണ്. 2025 വിക്സ് ബഡ്ജറ്റിന് വിക്സ് നിന്നത് 18-ലാണ്. 2024 16-ൽ നിന്നു, 2023 19-ൽ നിന്നു, 2022 22-ൽ നിന്നു. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമാണ് അടുത്ത ദിവസങ്ങളിൽ ഏകദേശം 33 വരേക്കും ഇന്ത്യ വിക്സ് കയറിപ്പോയത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഈവൻ്റ് വന്നിട്ട് പോലും ഇന്ത്യ വിക്സ് 13-ൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓപ്ഷൻസ് ബയേഴ്സ് ഇൻഡെക്സിൻ്റെ ചാർട്ട് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക ഇൻഡെക്സിൻ്റെ ചാർട്ടിലായിരിക്കും ഇല്ലേ. ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസോ നോക്കിയിട്ട് ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ പ്രീവിയസ് ലോയുടെയോ പ്രീവിയസ് ഹൈയുടെയോ മുകളിലോ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങളൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 180 രൂപ പ്രീമിയത്തിൽ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടതെന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് അനുസരിച്ച് വയ്ക്കുക. കാരണം ചിലപ്പോൾ ഈ ഒരു 13-ൽ നിൽക്കുന്ന ഇന്ത്യ വിക്സ് ബഡ്ജറ്റിന് അനുകൂലമായിട്ട് ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സെഷനിൽ തന്നെ ചിലപ്പം മാർക്കറ്റ് മൂവ് ആയില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഇന്ത്യ വിക്സ് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണ ഇങ്ങനെ വരാറില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് 13-ൽ ബഡ്ജറ്റ് ഡേയിൽ 13-ൽ ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. ചിലപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ബഡ്ജറ്റ് അവതരണമാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ വിക്സ് വരും ദിവസങ്ങളിൽ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഡെക്സിൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ മുകളിലോട്ട് നമ്മളെടുക്കുന്ന പ്രീമിയം കയറി പോകാൻ സാധ്യതയുണ്ട്. ഇനി വിക്സ് മുകളിലോട്ട് പോവുകയും ഇൻഡെക്സ് താഴോട്ട് പോവുകയും ചെയ്താൽ പോലും നമ്മുടെ പ്രീമിയവും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വയ്ക്കേണ്ടത് ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് നമ്മളെടുക്കുന്ന പ്രീമിയത്തിൻ്റെ ചാർട്ടിലാണ്. 150-നാണ് നിങ്ങൾ ഒരു ഇതെടുക്കുന്നതെങ്കിൽ അവിടെ റിസ്ക് മാനേജ്മെൻറ്റ് അനുസരിച്ച് 120-ലോ 130-ലോ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ വിക്സ് വീണ്ടും താഴോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് മൂവ് ആയില്ലെങ്കിൽ പോലും അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇന്നത്തെ ഈ ബഡ്ജറ്റ് ഡേയിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബയേഴ്സിനായിരുന്നാലും ശരി ഓപ്ഷൻ സെല്ലേഴ്സിനായിരുന്നാലും ശരി ഇന്നത്തെ ഏറ്റവും വലിയ വില്ലൻ മിക്കവാറും ഇന്ത്യ വിക്സ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ ചാർട്ട് നോക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഇന്ത്യ വിക്സിൻ്റെ ചാർട്ടും കൂടെ നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ. ഇന്ത്യ വിക്സിൻ്റെ മൂവ്മെൻറ്റ് ആദ്യത്തെ 2 മണിക്കൂറിൽ കൃത്യമായിട്ട് നോക്കുക ഇന്ത്യ വിക്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ട് ആണ് എന്നുള്ളത്. കാരണം നോർമലി നമുക്ക് ഇത്തരം ദിവസങ്ങളിൽ ഈവൻറ്റുകൾക്ക് മുന്നത്തെ ദിവസങ്ങളിൽ തന്നെ ഇന്ത്യ വിക്സ് മുകളിലോട്ട് കയറേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇന്ത്യ വിക്സ് താഴോട്ടാണ്. ചിലപ്പോൾ
ഇന്ന് കയറാനായിരിക്കും കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് രാവിലത്തെ ചിലപ്പോൾ ഓപ്പണിങ്ങിൽ തന്നെ ചിലപ്പോൾ 16 പോവാം, ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തന്നെ 16 പോവാം. അപ്പം 16 പോവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന് വളരെ അനുകൂലമായിരിക്കും, ഹൈ പ്രീമിയത്തിലോട്ട് പോകും. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ എക്സ്പയറി കൂടിയാണ്. ഓപ്ഷൻ സെല്ലേഴ്സിന് അത് പണിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ആയിരുന്നാലും ശരി, ഓപ്ഷൻ ബയേഴ്സ് ആയിരുന്നാലും ശരി, ഇന്ന് മെയിനായിട്ട് നോക്കേണ്ട ഒരു ചാർട്ട് കൂടിയാണ് ഇന്ത്യ വിക്സ്. നമുക്കടുത്ത് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ് തന്നെയാണ് ഇതൊക്കെ. 25,359 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഇത് വളരെ പെട്ടെന്നായിരിക്കും. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ലെവൽസിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വ്യൂസിന് വേണ്ടിയിട്ടോ ഒന്നും നോക്കിയിരിക്കരുത്. ആരുടെയും നിങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിലുണ്ടെങ്കിലും ശരി, ഒരു ലൈവ് മാർക്കറ്റിലുള്ള അപ്ഡേഷനും വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. ഇന്ന് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ട്രേഡ് എടുത്ത് സ്വന്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യേണ്ട ദിവസമാണ്. കാരണം സെക്കൻഡുകൾക്കുള്ളിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ പലരുടെയും അഡ്വൈസും പലരുടെയും അനാലിസിസും കേട്ടിട്ടൊക്കെ എൻട്രിയും എക്സിറ്റും എടുക്കാൻ പോകുന്ന സമയത്ത് ഓൾറെഡി അവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒക്കെ ബ്രേക്കൗട്ട് കിട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പം സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് തന്നെ ട്രേഡ് ചെയ്യണമെന്ന്. എന്നാലും പ്രധാനപ്പെട്ട ലെവൽസ് എന്ന് പറയുകയാണ് 25,353 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് ഇതുവരെ വരാം 25,426. സെക്കൻഡ് ടാർഗറ്റ് 25,501. ഏറ്റവും മുകളിലത്തെ ടാർഗറ്റ് 25,613. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സൈഡ് വൈസ് ആണ് പ്രതീക്ഷിക്കുന്നത്, ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ അനലൈസ് പ്രകാരം. കാരണം വിക്സ് ആണ് ഇപ്പോഴത്തെ നിലയിൽ തന്നെ വിക്സ് മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല വിക്സിലൊരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു നെഗറ്റീവ് വ്യൂ ഇല്ല, മാർക്കറ്റിലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് 25,189 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ, അതിന് മുന്നേ വേണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് മിക്കവാറും ഈ ഒരു ലെവലൂടെ നോക്കാം. 25,300 ലെവല്. മാർക്കറ്റ് ഇതിനുള്ളിലാണൊരു ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ആദ്യത്തെ 2 മണിക്കൂർ മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ താഴോട്ട് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ടാർഗറ്റ് ഇതാണ് 25,189. പിന്നെ താഴോട്ട് വരുന്ന 2 ലെവൽസ് എന്ന് പറയുന്നത് ഇതെല്ലാം 15 മിനിറ്റ് ബ്രേക്കൗട്ട് കൃത്യമായിട്ട് നോക്കുക. ഇതെല്ലാം സ്ട്രോങ് സപ്പോർട്ടുകളാണ്. താഴോട്ടുള്ള 25,125. പിന്നെ വരുന്നതെന്ന് പറയുന്നത് 25,000 വരയ്ക്കും മാർക്കറ്റ് താഴോട്ട് പോകും. ഇതിന് പുറത്തോട്ട് എന്തായാലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. ഞാൻ മുകളിലോട്ട് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ മുകളിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇന്ന് CPR വരുന്നത് നാരോ CPR ആണ്. 25,291 തൊട്ട് 25,191 തൊട്ട് 25,312 വരെയാണ് CPR വരുന്നത്. ഏകദേശം 20 പോയിന്റിൻ്റെ CPR ആണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഈ CPRനുള്ളിൽ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. കൃത്യമായിട്ട് ഒരു 11 മണി കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 25,408 389 ഫസ്റ്റ് റെസിസ്റ്റൻസ്. രണ്ടാമത്തെ താഴത്തെ ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 25,240 ആണ്. 25,221 25,240. എൻ്റെ ഒരു പ്രഡിക്ഷൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബൗണ്ടിലൊരു മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 2 റേഞ്ചും മുകളിലോട്ടോ താഴോട്ടോ ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം എൻട്രി നോക്കാം. 25,526 25,526 25,548 ഏറ്റവും മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ്. താഴെയുള്ള സപ്പോർട്ട് 25,149 25,132. ഇന്ന്
എൻട്രി എടുക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞു കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. വലിയ ക്യാൻഡിലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസൊക്കെ പെട്ടെന്ന് ഹിറ്റായി പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ എൻട്രി എടുക്കണം. സ്റ്റോപ്പ് ലോസ് വച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ലോസിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ നമ്മളെല്ലാ ബഡ്ജറ്റിലും പറയുന്നത് തന്നെയാണ് തുടക്കക്കാരൊക്കെ മാറി നിൽക്കണമെന്നുള്ളത്. ഞാൻ അങ്ങനെ പറയുന്നില്ല. തുടക്കക്കാരൊക്കെ ഒരു ലോട്ടെങ്കിലും എടുത്ത് എക്സ്പീരിയൻസ് ചെയ്യണം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്. കാരണം നമ്മൾ കരയിലിരുന്ന് കളി കണ്ടിട്ട് കാര്യമില്ല. ഇറങ്ങി ഒരു ലോട്ടെങ്കിലും എടുത്ത് ബഡ്ജറ്റിൻ്റെ ആ ഒരു വോളറ്റാലിറ്റി ആസ്വദിച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തുടക്കക്കാരൊക്കെ പേടിച്ചിരിക്കാണ്ട് ഒരു ലോട്ടെങ്കിലും എടുത്ത് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലൈവ് മാർക്കറ്റിൽ ഉണ്ടാകും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്